ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി ചേർത്ത് തേങ്ങ അരയ്ക്കാത്തൊരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. ഞാനവിടെ 1/2 ലിറ്റർ കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി തുരുതുരാന്നാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ ഒരു ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ കൂടെ തന്നെ നമ്മളൊരു 1/4 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരും. അപ്പം നമ്മളുടെ ഉലുവയും കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ കളർ നന്നായിട്ട് ചേഞ്ച് ആവുന്ന വരെ തന്നെ നമ്മൾ വഴറ്റി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി ഈ കറിക്ക് കിട്ടത്തുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ഇട്ട തേങ്ങ ചേർക്കാത്ത മോരുകറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇവ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ സവോള ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ സവോള ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോരുകറിക്ക് എത്ര ഉപ്പ് വേണോ അത്രയും ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുത്ത് നമ്മൾ സവോളയൊക്കെ വേഗം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. സവോള ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്ത് വെച്ചിരിക്കുന്ന മോരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോരൊഴിച്ചതിന് ശേഷം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ മോര് പിരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മോരൊക്കെ നന്നായിട്ട് ചൂടായിക്കോളും. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ശകലം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ചട്ടി നല്ല ചൂടായതുകൊണ്ടിട്ട് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മോരുകറിയാണ്. പുളി ഒരുപാട് ആവശ്യമുള്ളവർക്ക് പുളിയുള്ള മോരെടുക്കാവുന്നതാണ്. നമ്മളിവിടെ കട്ടത്തൈരായതുകൊണ്ട് ഒരുപാട് പുളിയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരയ്ക്കാത്ത നല്ല അടിപൊളി മോരുകറിയാണ്. അപ്പോൾ ഇനി അടിപൊളി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.